ഏത് പൊതുപരീക്ഷയാണെങ്കിലും ഏത് മത്സര പരീക്ഷയാണെങ്കിലും ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൻ്റെ മുൻപന്തിയിലുണ്ട്, എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ ഉണ്ട്. അത് അന്ന് തുടങ്ങി വെച്ച ആ ഒരു പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചൊരു ധാരണയും കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് വക്കം മൗലവി. ഈജിപ്ഷ്യൻ സ്വാധീനത്തിൽ തുടങ്ങി വഹാബിസത്തിലേക്ക് അവസാനിക്കുന്നതാണ് കേരളത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഭൗതികമായി വളർത്തുന്ന കാര്യങ്ങളിൽ സമസ്ത കുറേയേറെ സ്വയം നവീകരിക്കപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി റാഡിക്കലൈസ് ചെയ്യുന്ന, മൗലികവാദികളാക്കി മാറ്റുന്ന ഒരു നവീകരണം ആണ് നടന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ കേവല മുസ്ലിങ്ങളാക്കി മാറ്റി ഒരു സാമൂഹിക ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ സലഫികൾ ഏത് വിഭാഗമായിരുന്നാലും അവർ പണ്ട് മുതൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നവരാണ്. സിറിയയിലേക്കും മറ്റും ഹിജറ പോയി അവിടെ ഭരണമുള്ള ഇസ്ലാമികമായ ഭരണമുള്ള നാട്ടിൽ പോയി ജീവിച്ച് പ്രാർത്ഥന സഫലമാക്കുക എന്ന ജീവിതത്തിൽ, അതൊക്കെ ഈ പറയുന്ന മുജാഹിദ് സ്വാധീനം കൊണ്ട് തന്നെ ആയിരിക്കില്ലേ? ഇസ്ലാമൈസേഷൻ സമം അറബൈസേഷൻ എന്ന് പറയുന്ന തെറ്റായൊരു കാഴ്ചപ്പാട് ലോകത്ത് അടുത്ത കാലത്ത് വളർന്നു വന്നതാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ, രണ്ടാമത് ഇന്ത്യയിലാണ്. അതുപോലെ വിസിബിലിറ്റി സമൂഹത്തിലുള്ള എല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത്, ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇതൊക്കെ നിസ്കാരത്തെ പോലെ, വ്രതം, നോമ്പ് പോലെ, ഹജ്ജ് പോലെയുള്ള വളരെ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം എന്നൊക്കെ പറയുന്ന വളരെ പരിമിതമായ കാര്യങ്ങൾ നിൽക്കുകയും കൂടുതൽ ഈ ശാസനകൾക്കും നിബന്ധനകൾക്കൊന്നും വഴങ്ങണ്ട, അവനവൻ്റെ ഒരു സാമൂഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്ന് പറയുന്നവരായിരിക്കില്ലേ ഇവിടുത്തെ ഒരു 90% മുസ്ലിം. ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ശക്തമായ വിഭാഗം മുസ്ലിങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നു. പറയുന്ന ഒരു ആത്മീയ നിർബന്ധങ്ങളുടെ ഒരു ഉൽപ്പന്നമായിട്ട് തന്നെ വന്നതായിരിക്കില്ലേ ശരി? ഹാക്കിമിയത്ത് എന്ന് നമ്മൾ അതിന് പറയും. അതായത് വിധി കൽപ്പിക്കാനുള്ള, നിയമം നൽകാനുള്ള അധികാരം ദൈവികമാണ്, ദൈവത്തിൽ നിന്നുള്ള മാത്രമായിരിക്കണം. അതിൻ്റെ വ്യത്യസ്തമായൊരു ധാരയിൽ വന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പിന്നീട് കേരളത്തിൽ NDF പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ടായി, PDP ഉണ്ടായി, ഇടക്കാലത്ത് സിമി ഉണ്ടായി, അതിനുശേഷം ഇപ്പോൾ വെൽഫെയർ പാർട്ടി വരെ എത്തി നിൽക്കുകയാണ്. സെക്യുലർ ഫ്രെയിംവർക്കിന് അല്ലെങ്കിൽ സെക്യുലർ ഫാബ്രിക്കിന് കടുത്ത തരത്തിലുള്ള അപായം ഉണ്ടാക്കുന്ന ഒരു പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മുസ്ലിം സാമുദായിക സംരക്ഷണത്തിനോ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണത്തിനോ മുസ്ലിം ലീഗ് പോരാ, കുറച്ചുകൂടി തീവ്രമായി നിലകൊള്ളേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വന്ന സംഘടനകളാണ്. പക്ഷേ അവർക്കൊന്നും അത്ര വേരോട്ടം കിട്ടിയിട്ടില്ല. CPM പ്രതീക്ഷിച്ച പോലെ അല്ല സംഭവിക്കുന്നത്, മറിച്ച് അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് BJP ആയിരിക്കും. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അധികാര പ്രാതിനിധ്യം കിട്ടുന്നത് ജനാധിപത്യത്തിൻ്റെ ആഘോഷമാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതിനെയാണ് ഒരു ഭീതിജനകമായ സാഹചര്യത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. അത് സാമാന്യരായിട്ടുള്ള ഏതൊരാളിലും തെറ്റിദ്ധാരണ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വികൃതമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമില്ലാത്ത പ്രസംഗം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ സംഘടനകൾ രൂപപ്പെടാനും ശാക്തീകരിക്കപ്പെടാനും തുടങ്ങിയിട്ട് 100 വർഷം തികയാണ്. സംഘടനകൾ മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കി? നമുക്ക് സംസാരിക്കാം. എനിക്കൊപ്പം അധ്യാപകനും സാമൂഹിക നിരീക്ഷണവുമായ മുജീബ് റഹ്മാൻ കിനാലൂരാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ മുജാഹിദ് സംഘടനകളാണെങ്കിലും സുന്നി സംഘടനകളാണെങ്കിലും കേരളത്തിൽ അവരുടെ സംഘടനാ ജീവിതത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. കേരളത്തിൽ ശരിക്കും സംഘടനകൾ രൂപപ്പെടുന്നത് കേരള മുസ്ലിം ഐക്യ സംഘം, അതുപോലെ കേരള ജമിയത്തുൽ ഉലമ, അതിനുശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇങ്ങനെ പല സംഘടനകൾ രൂപപ്പെടുകയാണ്. ഈ സംഘടനകൾ ആദ്യം മുസ്ലിം സമുദായത്തെ ഒരു പുരോഗമനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന അർത്ഥത്തിലാണ് തുടങ്ങിയത്. ആ പുരോഗമനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലുള്ള സംഘടനകൾ ഉണ്ടാകുന്നത്. മുസ്ലിം സമൂഹം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഈ സംഘടനകളുടെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ശരിക്കും കേരളത്തിൽ സംഘടനകൾ ആരംഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കേരള മുസ്ലിം ഐക്യസംഘമാണല്ലോ ആദ്യത്തെ സംഘടനയായി കണക്കാക്കുന്നത്. ഐക്യസംഘം ഉണ്ടാകുന്നതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ മലബാർ സമരം നടക്കുകയും മുസ്ലിങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയമായും എല്ലാ അർത്ഥത്തിലും നിരായുധരായി പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. പല ആളുകൾക്കും തിരൂരങ്ങാടിയിൽ നിന്ന് നമ്മളെ കൊടുങ്ങല്ലൂരേക്ക് പോയി താമസിക്കേണ്ടി വന്നു. അവരുടെ സാമ്പത്തികമായ തകർച്ചയുണ്ടായി. ബ്രിട്ടീഷ് പല ആൾക്കാരുടെ പേരിലും വാറണ്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പല തലങ്ങളിലായി മുസ്ലിം ജീവിതത്തെ മലബാർ പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഐക്യസംഘം എന്ന പേര് വരാണ്ടായ. ഐക്യത്തിലൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് മാത്രമേ ഈ സാഹചര്യത്തെ മറികടക്കാൻ സാധിക്കൂ എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഐക്യസംഘം എന്ന് പേര് വരുന്നതെന്നാണ്. ഈ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിനെ തരണം ചെയ്യുക എന്നതിനൊപ്പം ഈ മുസ്ലിം സമൂഹത്തെ സമുദ്ധരിക്കുക സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ സമുദ്ധരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയായിരുന്നു ഐക്യസംഘത്തിന്റെ ഉദ്ദേശം. പ്രധാന വിദ്യാഭ്യാസമാണല്ലോ പ്രധാനമായിട്ടും. അപ്പം ഈ ഐക്യസംഘത്തിന്റെ തന്നെ പഴയ രേഖകളൊക്കെ ലഭ്യമാണ്. അതിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരിക്കുക,
അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ. അതോടൊപ്പം തന്നെ മറ്റ് മാനവികമായ അല്ലെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന മറ്റ് കാര്യങ്ങൾ കൂടി അതിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഈ പിന്നെ ഒരു കാർഷിക എക്സിബിഷൻ ആ കാലത്ത് 2020 പിന്നെ ഈ ഇതുണ്ടാക്കി 21-ലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ 2-3 വർഷത്തിനിടയിലാണെന്ന് തോന്നുന്നു. 10 വർഷം തുടർച്ചയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഐക്യസംഘത്തിൻ്റെ സമ്മേളനങ്ങൾ നടന്നിരുന്നു. അത് കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ, ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊച്ചിയിൽ നടന്നിട്ടുണ്ട്, തിരൂർ നടന്നിട്ടുണ്ട്, പിന്നെ തലശ്ശേരി നടന്നിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഈ ഓരോ സമ്മേളനത്തിനും ഓരോ പ്രമേയങ്ങളുണ്ടാവും. ആ പ്രമേയങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള, കേവലം ഏതെങ്കിലും ഒരു വിശ്വാസ മേഖല മാത്രമല്ല, സമഗ്രമായ മുസ്ലിം സമുദായത്തിൻ്റെ സമുദ്ധാരണം ലക്ഷ്യം വെച്ചിട്ടുള്ള അജണ്ടകളും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാർഷിക എക്സിബിഷൻ നടത്തി എന്ന് പറയുന്നത്തെ കാര്യത്തിൽ ഒരു കൗതുകമുള്ള കാര്യമാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആത്മീയ ജീവിതം മാത്രമല്ല ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങളും ആഗ്രഹിച്ചിരുന്നു ആയിരുന്നു. ഇപ്പോൾ ഈ മണപ്പാട് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആളാണ് കൊടുങ്ങല്ലൂരിലുള്ള. ഏകദേശം ഇതിൻ്റെ ദീർഘകാലമല്ല, അതിൻ്റെ ആജീവനാന്ത സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ആദ്യത്തെ യോഗം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഉണ്ടായി വരുന്നത്. അനുഭവം ഈ ഐക്യസംഘം നിഷ്പക്ഷ സംഘമാണ് ആദ്യം ഉണ്ടാകുന്നത്. അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടുന്ന് മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് വാറണ്ട് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി താമസിച്ച കെ എം മൗലവിയും മറ്റുമൊക്കെയാണ് അവർക്കിടയിൽ മധ്യസ്ഥ പരമായ നീക്കം നടത്തി. അങ്ങനെ ആണ് ആദ്യത്തെ നിഷ്പക്ഷം. അത് 7-8 മാസം മാത്രമാണ് നിഷ്പക്ഷ സംഘം പ്രവർത്തിച്ചത്. പിന്നെ അത് ഐക്യസംഘമായിട്ട് മാറുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ ആ കാലത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ എല്ലാ മേഖലകളിലുള്ള സമുദ്ധാരണം ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കേരള മുസ്ലിം ഐക്യ സംഘം പിന്നീട് തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്നറിയില്ല, അതിനെ തടയിടാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ടായി. അതിൻ്റെ കാര്യങ്ങൾ പറയാം. അതോടൊപ്പം എനിക്ക് അന്നത്തെ ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമൂഹികമായ മുന്നേറ്റം അന്ന് തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടില്ലേ? അതെ, 2 ചോദ്യമാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം പിന്നെ ഐക്യസംഘം സ്വാധീനം, ഐക്യസംഘത്തിൻ്റെ ഒരു സ്വാധീനം വിദ്യാഭ്യാസ കാര്യത്തിൽ, പഠനം, വേറൊരു ചോദ്യം ചോദിച്ചല്ലോ ആ സ്വാധീനം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള എൻ്റെ അതെ, ഐക്യസംഘം എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ മേഖലയുടെ ഉദ്ദേശമാണ് തുടങ്ങിയെന്ന്. അതേസമയം തന്നെ മതത്തിനകത്തുള്ള മതപരമായ വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ കൂടി ഐക്യസംഘം ഇടപെടാൻ തുടങ്ങിയിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം പലതരത്തിലുള്ള പിന്നെന്താ പറയുക, മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് എന്നും പ്രാദേശികമായ പലതരം കലർപ്പുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും വാദിച്ചുകൊണ്ട് ഐക്യസംഘത്തിൻ്റെ പല പ്രവർത്തനങ്ങളും, അതായത് മതപരമായ നവോത്ഥാനവും പരിഷ്കരണവും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ തുടങ്ങിയിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സമൂഹത്തിനകത്തുനിന്ന് ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടായി. ഇത് പണ്ഡിതന്മാർ പറയേണ്ട കാര്യം, കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന, അതാണ് അതിൻ്റെ ഉണ്ടാവാനുള്ള ഇത് പണ്ഡിതന്മാർ പറയേണ്ട കാര്യമാണ്. മതപരമായ വിഷയങ്ങളും തർക്കങ്ങളും കേരള മുസ്ലിം ഐക്യസംഘം പോലുള്ള ഒന്നും പറയേണ്ടതല്ല എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് കേരള ഐക്യസംഘം മുൻകൈ എടുത്തുകൊണ്ട്, കേരള മുസ്ലിം ഐക്യസംഘം മുൻകൈ എടുത്തുകൊണ്ട്, അതിൻ്റെ നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ അറിയപ്പെടുന്ന അന്ന് പണ്ഡിതെന്ന് പറയുമ്പം അന്ന് ഈ ഐക്യസംഘത്തിൻ്റെ ഭാരവാഹികൾ മാത്രമല്ല, അന്നത്തെ പാരമ്പര്യ പണ്ഡിതന്മാരുൾപ്പെടെ, അതായത് അന്നത്തെ വെല്ലൂർ എന്ന് പറയുന്ന അന്ന് പ്രധാനപ്പെട്ട കലാലയങ്ങൾ, ബാക്കിയാത്ത് എന്നൊക്കെ പറയുന്നത്, അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പ്രമുഖരായ പാരമ്പര്യ പണ്ഡിതന്മാരെ കൂടി ചേർത്ത് വിളിച്ചുകൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിക്കുക. അതിൽ നിന്നാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നത്. ഈ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകേണ്ട കാരണം ഈ പണ്ഡിതന്മാർ പറയേണ്ട വിഷയം, ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മതപരമായ തർക്കങ്ങളിൽ പണ്ഡിതന്മാരാണ് അഭിപ്രായം പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ രൂപീകരിച്ചത്. അപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത്. ഇപ്പം അന്ന് ഈ പറയുന്ന ജമിയത്തുൽ ഉലമയാണെങ്കിലും ഈ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, ഇപ്പോൾ മലയാളം പഠിക്കുന്ന കാര്യം, വിദ്യാഭ്യാസം, ഈ പൊതുവിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോൾ മുസ്ലിം സമുദായം എത്തി നിൽക്കുന്ന ഇവിടുത്തെ ഏത് പരീക്ഷയും, ഏത് പൊതുപരീക്ഷയാണെങ്കിലും ഏത് മത്സര പരീക്ഷയാണെങ്കിലും ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൻ്റെ മുൻപന്തിയിലുണ്ട്, എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെയുണ്ട്. അത് അന്ന് തുടങ്ങി വെച്ച ആ ഒരു പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയല്ലേ? ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇപ്പം മുസ്ലിം പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഐക്യസംഘവും അതിനെ തുടർന്ന് വന്ന സംഘടനകളൊക്കെ തന്നെ
ഈ മതപരമായിട്ടുള്ള അതിനെതിരെയുള്ള ഇപ്പോൾ വക്കം മൗലവിയുടെ ആദ്യത്തെ പ്രസിദ്ധീകരണം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ മുസ്ലിം അൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന 4 പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ ആ പ്രസിദ്ധീകരണങ്ങളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഓരോ ലക്കത്തിലും ഉണ്ടായിരുന്നത് മിക്കവാറും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, അത് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണ്, ഇസ്ലാമിൽ തെളിവുള്ള കാര്യം. അപ്പോൾ മതപരമായ രീതിയിൽ മതത്തിൻ്റെതായ ഭാഷയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അനുകൂലിക്കുന്ന കാര്യങ്ങളാണ് അതിനെ ധാരാളം കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുമായി അവരുടെ എന്താ പറയുക പിന്നെ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു ഇടപെടൽ ഐക്യസംഘത്തിൻ്റെ അല്ലെങ്കിൽ വക്കം മൗലവിയുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ ഈ സമസ്തയുടെയും പണ്ഡിതന്മാർ അന്നത്തെ അവർ നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളിലെ പ്രമേയങ്ങൾ ഇപ്പോഴും ലഭ്യമാണല്ലോ. അതിനകത്തൊക്കെ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം എതിർത്തിട്ടുണ്ട്, അപ്പോൾ അവരുടെ എതിർപ്പുകൾക്ക് ഇവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംവാദ കാലഘട്ടം കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് സത്യത്തിൽ ചരിത്രം മാത്രമാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഇത്തരം സമുദ്ധാരണ പ്രവർത്തനങ്ങളുടെ മാത്രം ഫലമാണ് ഇന്നത്തെ കാണുന്ന വളരെ വലിയ തോതിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ ശാക്തീകരണം എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ സർക്കാരുകളിൽ ഉണ്ടായിട്ടുള്ള സ്വാധീനം. ഇപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വളരെ വിഷണറിയോടുകൂടി തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം CH മുഹമ്മയൊക്കെ എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ഇടതുപക്ഷത്തുള്ള കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമായി എനിക്ക് തോന്നുന്നൊരു കാര്യം നമ്മുടെ പ്രവാസമാണ്, കുടിയേറ്റം. മുസ്ലിങ്ങൾ 80-70കൾക്ക് ശേഷം വ്യാപകമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെയുള്ള ജോലി ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പെട്രോൾ ഡോളറിൻ്റെ അതിൻ്റെ ഒരു ഗുണഫലം ആണ് വാസ്തവത്തിൽ ഇന്ന് കാണുന്ന മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള നവോത്ഥാനം എന്നുണ്ടായിട്ടുണ്ട്. പ്രവാസത്തിൻ്റെ ഇമ്പാക്റ്റും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു നവോത്ഥാന ധാര, അത് 2 തരം ധാരകളുണ്ടല്ലോ. ഒന്ന് ഈജിപ്ഷ്യൻ ധാരയുണ്ട്, സൗദിയുടെ ഒരു ധാരയുണ്ട്. പ്രവാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ 2 ധാരകളും കേരളത്തിലേക്ക് കടന്നു വരികയും കേരളത്തിൽ ഈ പറയുന്ന കേരള നജവത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് അത് വളമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഐക്യസംഘത്തിൻ്റെ ഭാഗമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അപ്പം വക്കം മൗലവി അദ്ദേഹം ഇന്നത്തെ തിരുവനന്തപുരത്താണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മരക്കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് വാസ്തവത്തിൽ ഈ ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന അൽമനാർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു. റഷീദ് റിള അതിൻ്റെ വലിയ അറിയപ്പെടുന്ന പണ്ഡിതനാണ്, ഒരു നവോത്ഥാന പണ്ഡിതന്മാരിൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ് ഈ അൽമനാർ. അത് ഇദ്ദേഹത്തിന് കിട്ടാനിടയായി, തുടർച്ചയായി കിട്ടാൻ. അത് വായിക്കുകയും അതിലുള്ള ചിന്തകൾ ഇദ്ദേഹത്തിൽ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാകുകയും ചെയ്തതിൻ്റെ ഫലം ഒരു ഈജിപ്ഷ്യൻ ധാര, അങ്ങനെ ഒരു സോഴ്സ്, ഒരു വരവ് ഈജിപ്തിൽ നിന്നുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഈജിപ്ഷ്യൻ സ്വാധീനം ശരിക്കും പറഞ്ഞാൽ പുരോഗമനപരമായിരുന്നു സമൂഹത്തിൽ. റാഡിക്കലൈസ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി യാഥാസ്ഥിക ചിന്തകൾ വിട്ടുള്ളൊരു ചിന്തയാണ് ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. ഈ അൽമനാറിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ കുറെ കൂടി ബുദ്ധിപരമായി യുക്തിയും ബുദ്ധിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും ഓരോ നാട്ടിൻ്റെയും സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹിക സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും കുറെ കൂടി ആധുനികമായ രീതിയിൽ മതത്തെ നോക്കിക്കാണുകയും ആ രീതിയിലൊരു വ്യാഖ്യാനം, കുറച്ചുകൂടി ഉദാരമായൊരു രീതിയിൽ മതത്തെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ത്രീ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ അക്ഷരവായനയിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയി സമീപിക്കുക ചെയ്ത രീതിയാണ് ഈജിപ്ഷ്യൻ ധാരക്കുണ്ടായിരുന്നത്. എന്നാൽ അവിടെ കേവലം മതപരമായ കാര്യങ്ങൾക്കൊപ്പുറം സാമൂഹ്യ ജീവിതത്തിലുള്ള പല കാര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ ധാര എന്ന് പറയുന്നത്. എന്നാൽ സൗദി ധാരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മതത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ ശുദ്ധീകരണവാദം, വഹാബിസം എന്ന് പറയുന്നത് ശുദ്ധീകരണവാദം. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പം ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഒരു കോളനി ആയിരുന്നു. അവിടെ ഫ്രഞ്ച് സാഹിത്യങ്ങളും മറ്റുമൊക്കെ സ്വാധീനിച്ചിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് തന്നെ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥരായ ആൾക്കാരും അന്നത്തെ ലോക സാഹചര്യങ്ങളുടെയും ലോക വിജ്ഞാനത്തിൻ്റെയൊക്കെ സ്വാധീനം കൂടി സംശീകരിച്ചതാണ് ഈജിപ്ഷ്യൻ ധാര എന്ന് പറയുന്നത്. അതേസമയത്ത് ഈ സൗദി അറേബ്യൻ ധാര എന്ന് പറയുന്നത്
വഹാബിധാര എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതാണ്. അതായത് ഇസ്ലാമിൻ്റെ ശുദ്ധീകരണം, ആദിമ വിശുദ്ധിയിലേക്ക്, പ്രവാചകൻ്റെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക തിരുസുന്നത്ത്, ആ കാലത്തെ വിശുദ്ധിയിലേക്ക് ഇസ്ലാമിനെ മടക്കി കൊണ്ടുപോകാന്ന് പറയുന്ന ആശയത്തിൽ നിൽക്കുന്ന പരിമിതമായ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ധാരയായിരുന്നു. ഈജിപ്ഷ്യൻ സ്വാധീനത്തിൽ തുടങ്ങി വഹാബിസത്തിലേക്ക് അവസാനിക്കുന്നതാണ് കേരളത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് എന്ന് വേണേൽ അങ്ങനെ പറയാം. ഈജിപ്തിലാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നീട് തന്നെ അതേസമയത്ത് വക്കം മൗലവിയിൽ മറ്റ് സ്വാധീനങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അതിൻ്റെ സൗദി സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ അബ്ദുൽ വഹാബിനെ എതിർത്തുകൊണ്ട് ഇറങ്ങിയ പുസ്തകങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വക്കം മൗലവിയുടെ മൊത്തം വർക്കുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത് രണ്ടിനെയും കൂടി സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വിശ്വാസരംഗത്ത് ഈ സൗദി ധാരയെയും സാമൂഹ്യ വിഷയങ്ങളിൽ ഈജിപ്ഷ്യൻ ധാരയെയും കുറെ കൂടി സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വക്കം മൗലവിയുടെ പ്രത്യേകത. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പം അദ്ദേഹം കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹ്യ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു എന്നുള്ളതാണ്. കാരണം അന്നത്തെ നിലവിലുണ്ടായിരുന്ന കേരള സമൂഹത്തിൻ്റെ നവോത്ഥാന നായകന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആളുടെ സമകാലികരാണ്. നാരായണ ഗുരുവുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. നാരായണ ഗുരുവിൻ്റെ പ്രവർത്തനം, അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഉൾക്കൊണ്ട കൂടി ഒരാളാണ്. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചൊരു ധാരണയും കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് വക്കം മൗലവി. മാത്രമല്ല ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അന്നത്തെ കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കൂടി വക്കം മൗലവി മേളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വക്കം മൗലവി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറിട്ട് മനസ്സിലാക്കപ്പെടേണ്ട ഒരു ആളാണ് അദ്ദേഹം. അങ്ങനെ കേവലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മുജാഹിദ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടല്ലോ. അതെ. മുജാഹിദ് പ്രസ്ഥാനം 1950 ശേഷമാണ് അദ്ദേഹം, അതിന് മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളും ചിന്തകളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ ഇത്രയും വളരെ ശക്തമായി തുടങ്ങുകയും സമൂഹത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ ഉതകുന്ന ഒരു ബൗദ്ധികമായ ഇൻ്റലക്ച്വൽ കണ്ടൻ്റുള്ള ഈ നവോത്ഥാന ആശയങ്ങൾ, പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ അംഗബലം പരിശോധിച്ചാൽ, സംഘടനാപരമായ അംഗബലം പരിശോധിച്ചാൽ മുജാഹിദുകളുടെ എണ്ണത്തിൽ കുറവാണ്. സമസ്ത എന്ന് പറയുന്ന സുന്നി സംഘടനകൾ, അത് 2 സംഘടനകൾ ഇപ്പോൾ നിലവിലുണ്ട്, അവരുടെ അംഗബലം പരിശോധിച്ചാൽ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മുജാഹിദ് ധാരയിലേക്ക്, ഒരു നവോത്ഥാന ധാരയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ പോകാതിരുന്നത്? അത് സമസ്തയുടെ പ്രവർത്തന ഫലമായി തന്നെയാണെന്ന് കണക്കാക്കാൻ പറ്റുമോ? അതെ, ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായതോടുകൂടി സംഘടനാപരമായി തന്നെ കേരളത്തിലെ പാരമ്പര്യ മുസ്ലിങ്ങൾ ശാക്തീകരിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഫലമായി അവരും നേരത്തെ മദ്രസയെ വിമർശിച്ചിരുന്നു, സമസ്തയുടെയൊക്കെ ആദ്യകാലത്ത്. പക്ഷെ അവരും മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ ഭൗതികമായ കാര്യങ്ങളിൽ, ഇപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും വീക്ഷണ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പോലും സമുദായത്തെ ഭൗതികമായി വളർത്തുന്ന കാര്യങ്ങളിൽ സമസ്ത കുറേയേറെ സ്വയം നവീകരിക്കപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മതസംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ പണ്ട് ആ കാണുന്ന സംവാദങ്ങളുടെ ചരിത്രം ആയി കഴിഞ്ഞു. പക്ഷെ ഇന്ന് എല്ലാ സംഘടനകളും ഇത്തരം കാര്യങ്ങൾക്ക് പരസ്പരം മത്സരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലായിരുന്നാലും കോളേജിൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റൊക്കെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക വിദ്യാഭ്യാസം ഇപ്പോൾ സുന്നി സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്. അതെ, നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല മറ്റ് സംഘടനകളെ പുറകിലാക്കിക്കൊണ്ടുള്ള മുന്നേറ്റമാണ്. വളരെ ശ്ലാഘനീയമായ മുന്നേറ്റം തന്നെയാണ് സമസ്ത, പ്രത്യേകിച്ച് ഇ കെ വിഭാഗവും മറ്റു വിഭാഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അതും ഇപ്പോൾ എന്തായി ചില രീതിയിൽ സംഘർഷങ്ങളോ അതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ നടക്കുന്ന സ്വാഭാവികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്, അത് മുന്നോട്ട് പോയി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം സംഘടനക്കകത്ത് ഇപ്പോൾ ആധുനികതയും ആധുനിക വിദ്യാഭ്യാസവും ഈ ലിബറൽ ചിന്താഗതികളൊക്കെ വരുമ്പം അതിനെതിരെ ഒരു പ്രതിരോധം അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അതാണ് പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പം സമസ്തയ്ക്കകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ആശയപരമായ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം അതാണെന്ന് തോന്നുന്നു. മുജാഹിദ് പ്രസ്ഥാനങ്ങൾ നമ്മൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ വിളിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് സുന്നി പക്ഷത്തിൻ്റെ ഒരു ആരോപണം കൂടിയാണത്. അവിടെ സംഭവിക്കുന്നത് ഇവരെ കുറച്ചുകൂടി റാഡിക്കലൈസ് ചെയ്യുന്ന, മൗലികവാദികളാക്കി മാറ്റുന്ന ഒരു നവീകരണം ആണ് നടന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ കേവല മുസ്ലിങ്ങളാക്കി മാറ്റി ഒരു സാമൂഹിക ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ 1950 കൂടിയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കന്മാർ എന്ന് പറയുന്നത് അതൊരു ഐക്യസംഘത്തിൻ്റെ പശ്ചാത്തലം ഉള്ള ആൾക്കാരായിരുന്നു. വക്കം മൗലവിയൊക്കെ കുറിച്ച് അദ്ദേഹത്തിനൊക്കെ സ്വാധീനിക്കപ്പെട്ട ആൾക്കാരായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. അതായത് പിന്നെ 60 കൂടിയിട്ടാണ് കേരളത്തിന് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്.
പിന്നീട് ഈ ഗൾഫിൽ സൗദി അറേബ്യയിലും മറ്റൊക്കെ എണ്ണ കണ്ടുപിടിക്കുകയും അത് വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയും ചെയ്തു ഒരു ഭാഗത്ത്. അതിൻ്റെ ഫലമായി തന്നെ മുസ്ലിം ലോകത്ത് അതിന് ശക്തമായ ഒരു ആധിപത്യം വന്നു. അപ്പോൾ സൗദി ഇസ്ലാം അല്ലെങ്കിൽ സലഫി ഇസ്ലാം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ലോകതലത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടായി. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട പ്രദേശങ്ങളിലൊന്ന് കേരളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് അടുത്തുള്ള സ്ഥലം കൂടിയാണല്ലോ ഗൾഫ് എന്ന് പറയുന്നത് നമുക്ക്. അപ്പോൾ ഇവിടുന്ന് കുറേ ആളുകൾ അവിടെ പഠിക്കാൻ പോയി, അവിടുത്തെ സർവകലാശാലയൊക്കെ പഠിച്ചു വന്നു, അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്തു. അങ്ങനെയൊക്കെയുള്ള സ്വാധീനത്തിൻ്റെ ഫലമായിക്കൊണ്ട് സൗദി ഇസ്ലാമിന് ശക്തമായ സ്വാധീനം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായി. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 50കളൊക്കെ അടുത്ത് നമ്മളതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കുറേ കൂടി തദ്ദേശീയമായ പാരമ്പര്യങ്ങളോടും തദ്ദേശീയമായി പിന്നെ അതിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഒക്കെ പോയ സംഘടനയായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് ഒരു ഭാഗത്ത് സംസ്ഥയുടെ ആളുകളുള്ള നേതൃത്വത്തിലുള്ള കൂടെ തന്നെ ഒന്നിച്ചു പോകാനൊക്കെ സാധിച്ചത് അതുകൊണ്ടായിരുന്നു. കുറേ കൂടി സാമൂഹ്യ ബോധം അതിൻ്റെ ഒരേ സമയം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ ആളുകളൊക്കെ കാലത്ത് നമുക്ക് കാണാം. പക്ഷേ 60-70കൾക്ക് ശേഷം ആകുമ്പോഴേക്ക് ഈ മുജാഹിദ് എന്ന് പറയുന്ന സംഘടന ഏറെക്കുറെ സെലഫി എന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും ഗൾഫ് സെലഫിസവും തമ്മിൽ വളരെ വലിയ അന്തരങ്ങളുണ്ട് പല കാര്യങ്ങളിലും. അത് കൂടുതൽ ഈ മുജാഹിദ് എലമെൻറ്റ് കുറഞ്ഞു വരികയും സെലഫി എലമെൻറ്റ് കൂടി വരികയും ചെയ്യുന്നതാണ് നമ്മൾ 80കളൊക്കെ ആകുമ്പോഴേക്ക് കാണുന്നത്. അതിൻ്റെ മൂർധന്യത്തിലാണ് വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രണ്ടായി പിളരുന്നത്. അതായത് പിന്നെ 2002 മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത്. അപ്പോഴേക്കും അതിൻ്റെ 90കളുടെ അവസാനം ആകുമ്പോഴേക്കും ഈ സംഘർഷം, ആശയപരമായ സംഘർഷം ശക്തമായി അതിനകത്ത് നടന്നു. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആ ഒരു സംഘർഷ കാലഘട്ടത്തെ കൂടുതലായിട്ടൊന്ന് പറയാൻ പറ്റും. എങ്ങനെയാണത് ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ആശയക്കുഴപ്പം രൂപപ്പെടുന്നത്, എന്ത് കാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സലഫി എന്ന് പറയുമ്പോൾ മുജാഹിദ് സമ്മേളനങ്ങളൊക്കെ മുജാഹിദ് സമ്മേളനം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഈ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഈ സലഫി എന്ന് പറയുന്നത് മുജാഹിദിൻ്റെ മേലെ വന്നു. അപ്പം സലഫി എന്ന് പറഞ്ഞാൽ കുറേ കൂടി അത് സൗദി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആശയധാരയാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ കേരളത്തിൻ്റെ സാമൂഹ്യ ചാര്യം എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ്. മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പലതരം അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇവരോടൊക്കെ സമരസപ്പെട്ടുകൊണ്ടും സൗഹാർദ്ദത്തോടു കൂടി പോകേണ്ട ആ രീതിയിൽ മതത്തെ വ്യാഖ്യാനിക്കേണ്ട ഒരു സാഹചര്യമുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതിനപ്പുറത്താണ് സെലഫി എന്ന് പറയുന്നത്. കുറേ കൂടി കർക്കശമായൊരു സമീപനമാണ് അതിനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ തെക്ഫീർ എന്നൊക്കെ പറയുന്നത്, മറ്റുള്ള ആളുകളെയൊക്കെ ഒരേ ഒരു ശരി മാത്രം വാദിക്കുന്ന കർക്കശമായ ഒരു രീതി അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ മാത്രമല്ല കലർപ്പില്ലാതിരിക്കാൻ പലയിടങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും കലർപ്പില്ലാതിരിക്കാൻ രൂപപ്പെടേണ്ട മതിലുകളെക്കുറിച്ചുമാണ് അവിടെ സംസാരിക്കുന്നത്. അത് പിന്നീട് വരുന്നുണ്ട്. അതായത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിന് ശേഷം പിന്നീട് അതിനകത്ത് വീണ്ടും പിളർപ്പുകൾ ഉണ്ടാകുന്നു. കുറേ കൂടി കർക്കശവാദികളായിട്ടുള്ള ചെറിയ വിഭാഗങ്ങളാണെങ്കിൽ പോലും കുറേ കൂടി അതിൻ്റെ ഫലമാണ് പിന്നീട് നമ്മൾ കാണുന്ന പലതരം പ്രതിഭാസങ്ങളും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും സലഫി വൽക്കരിക്കപ്പെടുന്നതോട് കൂടിയിട്ട് അത് കുറേ കൂടി എന്താ പറയുക ഇസ്ലാം എന്ന് പറയുന്ന സൗദി മാത്രം കേന്ദ്രീകരിച്ചതല്ല. ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ചരിത്രാനുഭവം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളതാണ്. അതിലൊന്നാണ് സൗദി എന്ന് പറയുന്നത്. അവിടെ മക്കയും മദീനയും ഉണ്ട്, പുണ്യ ഭൂമികളുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് ലോകത്ത് പല ഭാഗത്തും ഇസ്ലാമുണ്ട്. ഇസ്ലാമിൻ്റെ വൈവിധ്യപൂർണ്ണമായ ഒരു ഇസ്ലാം ലോകത്തുണ്ട്. അപ്പം അതിൻ്റെ ഒരേ ഒരു ശരി എന്ന് പറയുന്ന അല്ലെങ്കിൽ സലഫികളുടെ ഇസ്ലാമിക കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പതുക്കെ പോയ സമയത്ത് അതിന് ഇവിടുത്തെ സാഹചര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈജിപ്ഷ്യൻ സ്വാധീനത്താൽ രൂപപ്പെട്ട കേരളത്തിലെ മുജാഹിദുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ഒരു വിഭാഗത്തിന് മറുവശത്താണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സഹായം, അതിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുണ്ടായിരുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്തും. ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് യുവജനങ്ങളാണ് അതിനെ ചേർത്ത് നിന്നത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള യുവജനങ്ങൾ അതിനെ ചെറുത്തു നിന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അത് പിളർപ്പിലേക്ക് പോയി 2002 പിളരുകയും ചെയ്യുന്നത്. ആ പിളർന്ന ശേഷവും അത് അവിടെ നിൽക്കാതെ പിന്നീടും അത് ചർച്ചകൾ മുന്നോട്ട് പോയി. പിന്നെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുൻകാലഘട്ടത്തിൽ സമസ്ത വിഭാഗങ്ങളുമായി ഏത് വിഷയത്തിലാണോ പരസ്പരം തർക്കിച്ചത്, ഇപ്പം അഭൗതികമായ വിഷയങ്ങളിൽ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ജിന്ന് വിഷയങ്ങളൊക്കെ സഹായം തേടാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയുന്ന പഴയ ചർച്ചകൾ സുന്നി വിഭാഗവുമായി നടത്തിയിട്ടുള്ള ചർച്ചകൾ ആണ് പിന്നെ ഇതിനകത്ത് നടക്കുന്നത്. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഭൗതികമായ വളർച്ചയെക്കുറിച്ചും ഒക്കെ സാമൂഹികമായ മാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തത് ചുരുങ്ങി വരികയുണ്ടായത് ജിന്ന് പോലുള്ള വളരെ സങ്കോചിച്ച്. അതിന് വേറൊരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കേരള മുസ്ലിങ്ങൾ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ.
ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പിന്നെ 10-25 വർഷം എന്ന് പറയുന്നത്. ഇപ്പം ബാബരി മസ്ജിദിൻ്റെ തകർച്ച ഉണ്ടാകുന്നു, പിന്നീട് പിന്നെ നമ്മുടെ ഗുജറാത്ത് സംഭവം ഉണ്ടാകുന്നു, BJP അധികാരത്തിൽ വരുന്നു. ഇങ്ങനെ പല രീതിയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കാകുലമായ രാഷ്ട്രീയ സാഹചര്യമുള്ള സാഹചര്യമാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ സംഘടനാ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള മനുഷ്യജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിലുള്ള തർക്കങ്ങളായിരുന്നു ദീർഘകാലം അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇപ്പോഴും അതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇതിൻ്റെ സംഭാവനകൾ നമ്മൾ കുറച്ച് കാണുന്നില്ല. തീർച്ചയായിട്ടും മതസംഘടനകൾക്ക് അതിൻ്റേതായ സംഭാവനകൾ സമൂഹത്തിൽ നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വലിയൊരു തരത്തിലുള്ള പിന്നെ വ്യയം സാമ്പത്തികമായും മനുഷ്യരുടെ അധ്വാനവും സമയവും ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യം. കേരളത്തിലെ പരമ്പരാഗത സുന്നി മുസ്ലിങ്ങൾക്ക് ഈ ഒരു മൗലികവാദം കുറവാണ് എന്ന അവരുടെ തന്നെ ഒരു വാദമുണ്ട്. നമുക്ക് പൊതുവെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അതായത് ഇപ്പോൾ കേരളത്തിലെ സുന്നികൾ കേരളത്തിലെ പരമ്പരാഗത ജീവിതശൈലിയുമായിട്ട് പൊരുത്തപ്പെട്ടവരാണ്. ഇപ്പോൾ ഇവിടുത്തെ മാപ്പിളപ്പാട്ടാണെങ്കിലും ഒപ്പനയാണെങ്കിലും ഇവിടുത്തെ നമ്മുടെ മക്ബറകളും അതുപോലുള്ള മക്കാമുകളൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഇവിടുത്തെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ പരിസരത്തിൽ ഉണ്ടായി വരുന്നതാണ്. അതൊരു എന്താ പറയുക സാമൂഹികമായ സങ്കലനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഒരു മൗലികവാദം ഇല്ലാതെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നൊരു സമൂഹമായിരുന്നു സുന്നികൾ. അവരിലാണ് ഈ പറയുന്ന മൗലികവാദം മുജാഹിദുകൾ അടിച്ചേൽപ്പിച്ചത് എന്നൊരു വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ സലഫികളുടെ പ്രബോധനങ്ങൾ അതിൽ ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാമൂഹ്യ ശാസ്ത്രപരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ അറബികൾ എന്ന് പറയുമ്പോൾ അറബ് സമൂഹത്തിന് അറേബ്യൻ ഗൾഫിൻ്റെ സ്വാധീനം ഈ പ്രവാസത്തിലൂടെ കേരള മുസ്ലിങ്ങളെ മൊത്തം സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുജാഹിദുകളെ മാത്രമല്ല, അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കിടയിലും ഗൾഫിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ മാത്രം നിൽക്കുന്നതല്ല. അത് മുസ്ലിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെ, വിശ്വാസങ്ങളെ, അവരുടെ എന്താ പറയുക എല്ലാ അർത്ഥത്തിലും വരെ സ്വാധീനിക്കണം. അതിൻ്റെ ഒരു ഫലം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇത് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഗൾഫിൽ പോയി അല്ലെങ്കിൽ മക്കയിലും മദീനയിലും കാണുന്ന ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഇവിടുത്തെ സാമാന്യ മുസ്ലിങ്ങൾ അവിടെ പോയി മനസ്സിലാക്കി. പ്രത്യേകിച്ച് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുടുംബം അവിടെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ അവിടെ കുടുംബപരമായി ആദ്യ ഘട്ടത്തിലൊക്കെ വളരെ പിന്നെ ബാച്ചിലേഴ്സ് ആയിട്ടായിരുന്നല്ലോ പോയത്. പ്രവാസത്തിൻ്റെ 1ാം തലമുറ എന്ന് പറയുന്നത് 2-3 തലമുറയ്ക്ക് ആകുമ്പോഴേക്ക് ഇവിടുന്ന് കുടുംബം തന്നെ അവിടെ പോയി താമസിക്കുന്നു, കുട്ടികൾ അവിടെ പഠിക്കുന്നു, അവിടുത്തെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നു. അങ്ങനെയൊക്കെ വരുന്നൊരു ഘട്ടമാകുന്നതോടുകൂടി യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്, അതായത് മക്കയിലും മദീനയിലും ഗൾഫിലൊക്കെ അറേബ്യൻ രാജ്യങ്ങളിലും കാണുന്ന ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എന്നും ഇവിടെയുള്ള ഇസ്ലാം എന്ന് പറയുന്നത് കലർപ്പുള്ള ഇസ്ലാമാണ് എന്ന് പറയുന്ന ഒരു ബോധം തീർച്ചയായിട്ടും സലഫികളുടെ ബ്രദർഹുഡ് എന്ന് പറയുന്ന കാഴ്ചപ്പാടൊക്കെ ഉണ്ടായി. ആഗോള മുസ്ലിങ്ങളൊക്കെ ഒരുപോലെ ഒരു യൂണിഫോമിറ്റിയിലേക്ക് വരിക എന്നുള്ള കാഴ്ചപ്പാടൊക്കെ അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ബ്രദർഹുഡും എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഈജിപ്തിലെ ഹസനുൽ ബിൻ ഉണ്ടാക്കിയ സംഘടനയാണല്ലോ. അതും പറഞ്ഞ പോലെ ഗൾഫ് ബന്ധം അതും ഇങ്ങോട്ട് പ്രസരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. അപ്പം ഈ മുസ്ലിങ്ങളുടെ പല വിഷയങ്ങളിലുള്ള മാറ്റത്തെ അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരുന്നാലും ശരി ഗൾഫ് പ്രവാസം നിർണായകമായ ഘടകം വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പോയിന്റും കൂടി ഞാൻ പറയട്ടെ. അതായത് ഈ സലഫികളെ നമ്മൾ മൊത്തത്തിലിപ്പം ആഗോളതലത്തിൽ തന്നെ പിന്നെന്താണ് മൊത്തം സലഫികൾ ഒരു പ്രതിക്കൂട്ടിലാണുള്ളത്. അതിന് കാരണങ്ങളുമുണ്ട്. ഇപ്പം ലോകത്തുള്ള പലതരം ഇപ്പം പിന്നെ ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള അബൂബക്കർ ബഗ്ദാദി ഉൾപ്പെടെയുള്ള ആഗോള പിന്നെ തീവ്രവാദ വിഭാഗങ്ങളൊക്കെ അവർക്കൊക്കെ സലഫി ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട്. അതിലൊരു പരിധിവരെ ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള സലഫികളും പ്രതിക്കൂട്ടിലാവുക സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിൻ്റെ നമ്മൾ കുറച്ചും കൂടി വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്ന സമയത്ത് അത് മാത്രമാണെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലും സലഫികൾ ഏത് വിഭാഗമായിരുന്നാലും അവർ പണ്ട് മുതൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നവരാണ്. ആശയപരമായിട്ട് ചില കാര്യങ്ങൾ അതിന് സഹായകമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ISISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അങ്ങോട്ട് പോയ ആട് മേയ്ക്കാൻ പോകാന്നൊക്കെ സാധാരണ പറയുന്നതിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് പിളർന്നു പോയ ഒരു സംഘം നിലമ്പൂർ ഭാഗത്തൊക്കെ പോയി അവരുടേതായ രീതിയിൽ സാമൂഹ്യ ജീവിതത്തിൽ ആടുമേച്ചൊക്കെ ജീവിക്കാൻ തുടങ്ങി. അതും പോരാ എന്ന് തോന്നിയിട്ടാണ് ഇവിടെ നിന്ന് സിറിയയിലേക്കും മറ്റും ഹിജറ പോയി അവിടെ ഭരണമുള്ള ഇസ്ലാമികമായ ഭരണമുള്ള നാട്ടിൽ പോയി ജീവിച്ച് പ്രാർത്ഥന സഫലമാക്കുക എന്ന ജീവിതത്തിൽ അതൊക്കെ ഈ പറയുന്ന മുജാഹിദ് സ്വാധീനം കൊണ്ട് തന്നെ ആയിരിക്കില്ലേ? നിങ്ങൾ പറയുന്ന സമയം 2016 ഉണ്ടാകുന്നത്. 2016 പിന്നെ അബ്ദുൽ റഷീദ് അബ്ദുള്ള എന്നാണ് അയാളുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കുറ്റ്യാടി അല്ല തൃക്ക ഇവിടെയാണ് പിന്നെ കാസർഗോഡ് ജില്ലയിലെ ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇയാൾ
ഈ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന MM അക്ബറിൻ്റെ പീസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അതിൽ അഡ്മിൻ ആയി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഇദ്ദേഹം. ഇയാൾ സ്വയം ഇത്തരം കാര്യങ്ങൾ, ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ പിന്നെ വെബ്സൈറ്റുകൾ മുഖേനയൊക്കെ പഠിച്ചു മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. സ്ഥാപനം ഇതറിയുമായിരുന്നില്ല. അപ്പം NIA അതിൻ്റെ കുറ്റപത്രത്തിൽ ഈ സ്ഥാപനത്തെയോ MM അക്ബറിനെയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വ്യക്തി സ്വയം റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെയുള്ള ഇയാളെന്ത് ചെയ്യും, പലതരത്തിലുള്ള സംഘടനാ യോഗങ്ങളും മീറ്റിങ്ങുകളൊക്കെ നടത്തുകയും തൃക്കരിപ്പൂരും അതുപോലെ കോഴിക്കോട്ടും കണ്ണൂരും അങ്ങനെ പല സ്ഥലത്തും നടത്തിയെന്നാണ് പറയുന്നത്. അതിൽ നിന്നുണ്ടാക്കിയ ഒരു സംഘം കേരളത്തിൽ നിന്നാകെ എനിക്ക് 21 പേരാണ് അന്ന് പോയത് അല്ലേ, 21 പേരാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് കാസർഗോഡ് നിന്നും പിന്നെ പാലക്കാട്ടു നിന്നുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർ. അപ്പോൾ ഇവർ സത്യത്തിൽ ഏതെങ്കിലും സംഘടനയുടെ ആളായിരുന്നില്ല എന്നാണ് സംഘടനാപരമായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളിങ്ങനെ മതത്തിലേക്ക് മാത്രം, നമ്മുടെ സാമൂഹിക ജീവിതത്തെ മതത്തിലേക്ക് മാത്രമായി ചുരുക്കുമ്പോൾ ഒരു പ്യുവർ റിലീജിയനെ തേടി പോവുകയാണ്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു. 2002 പിളർപ്പുണ്ടായ ശേഷം 2014 ആകുമ്പോഴേക്ക് വീണ്ടും തുടർപ്പിളപ്പുകൾ മുജാഹിദിലുണ്ടാകുന്നു. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ വിസ്ഡം ഗ്രൂപ്പായി വരുന്നു. വേറൊരു ഗ്രൂപ്പ് ഇത് പറഞ്ഞ മാതിരി ഏതെങ്കിലും പ്രത്യേകമായ സംഘടനാ വിരുദ്ധമായ ഗ്രൂപ്പ്, സംഘടന എന്ന് പറയുന്നത് തന്നെ അനിസ്ലാമികമാകുന്നു, അത് കക്ഷിത്വം വർദ്ധിപ്പിക്കുന്നു, അത് പരസ്പരം മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ വേറൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പാണ് വാസ്തവത്തിൽ തരത്തിലുള്ള ക്വയറ്റിസ്റ്റ് സെൽഫികൾ എന്ന് പറയാൻ പറ്റി ലോകത്ത് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ സെൽഫികൾ. അവരാണ് ഈ നിങ്ങൾ പറഞ്ഞ പോലെ അത്തിക്കാട്ടും മറ്റുമൊക്കെ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുക ചെയ്യുന്നത്. ഇവർ യഥാർത്ഥ ഇസ്ലാം പഠിക്കണമെങ്കിൽ ഈ ദമ്മാജ് എന്ന് പറയുന്ന മറ്റൊരു ധാരയുണ്ട്, യമനിലെ സലഫി ധാരയാണ്. അപ്പോൾ സൗദിക്കും ഈജിപ്തിനും പുറത്തുള്ള വേറൊരു ധാരയാണ് ദമ്മാജിലുള്ള ഈ സലഫി ധാര. അവിടെ പോയിട്ട് വേണം യഥാർത്ഥ അവിടുത്തെയുള്ള ഷൈഖ്മാരുടെ അവിടുത്തെ പണ്ഡിതന്മാരുടെ പോയിട്ട് ഡയറക്റ്റായിട്ട് ഇസ്ലാം കിട്ടണം, പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഭാഗമുണ്ട്. ചെറിയ വിഭാഗമാണ്. ഈ വിഭാഗമാണ് സത്യത്തിൽ അവർ ഇതിനെതിരാണ്. എന്ന് പറഞ്ഞാൽ ഈ IS-നും മറ്റൊക്കെ അവരെതിരെ. അത് എന്താണ് പറയുന്നത്, അവർ ഖവാരിജുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾക്കാരെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവർ ഇതിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയും പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കക്ഷിയിലൂടെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ആളിലൂടെ പിന്നീട് എത്തിപ്പെടുന്നത് ഖുറാസാനിൽ നമ്മളെ ഇവിടെ അഫ്ഗാനിസ്ഥാനിലുള്ള IS-ൻ്റെ മേഖലയിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇയാൾ 2019 മറ്റോ മരിച്ചെന്നാണ് തോന്നുന്നു. ഈ കക്ഷി ഈ അമേരിക്കൻ ബോംബാക്രമണത്തിൽ മരിച്ചു തോന്നുന്നത്. ഏതായിരുന്നാലും ഈ നിങ്ങൾ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. അതായത് വലിയ തോതിൽ മതത്തെ സങ്കുചിതമായി വ്യാഖ്യാനിക്കുകയും, ഇപ്പം മതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മറ്റ് അതിൽ കുറേ ഘടകങ്ങളുണ്ട്. ഒന്ന് വിശ്വാസരംഗത്തുള്ള കടുത്ത പ്യൂരിറ്റൻ വാദങ്ങൾ, അതുപോലെ തന്നെ പലതരം മ്യൂസിക് പാടില്ല, പിന്നെ സ്ത്രീകളെ കാണാൻ പാടില്ല, സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല. അപ്പം ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണ്. അതായത് ഇവർക്ക് ഇതൊന്നും പറ്റാത്ത നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അങ്ങനെയല്ല. അപ്പോൾ പിന്നെ വഴിയുള്ള എന്താണ്, ഹിജ്റ പോകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പലായനം ചെയ്ത് വേറെ യഥാർത്ഥ ലോകത്തേക്ക്, മുസ്ലിങ്ങളുടെ ലോകത്തേക്ക്, സ്വർഗ്ഗലോകത്തേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ പോയ കക്ഷികളാണ് അവിടെ പോയിട്ട് കേരളത്തിൽ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം നേരത്തെ പറഞ്ഞ ഈ പ്രവാസ സ്വാധീനം ഉണ്ടാകുന്നതിന് മുമ്പ് കാച്ചിയും തട്ടവും ഒക്കെ ഇട്ടിരുന്ന, നമ്മൾ പഴയകാല സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാട്ട് സീനിലൊക്കെയുള്ള നമ്മളെ ഉമ്മമാരൊക്കെ കാച്ചിയും തട്ടമൊക്കെ ഇട്ട് നല്ല ഒപ്പനപ്പാട്ടിലും മാപ്പിളപ്പാട്ടിലൊക്കെ ഉള്ള പോലെയുള്ള വസ്ത്രധാരണമായിരുന്നു. ഈ നിക്കാബിലേക്കും പർദ്ദയിലേക്കും ഒക്കെയുള്ള മാറ്റവും സ്വാഭാവികമായിട്ട് ഈ പ്രവാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സംഭവിച്ചതല്ലേ? അതെ. ഈ ഇസ്ലാമൈസേഷൻ സമം അറബൈസേഷൻ എന്ന് പറയുന്ന തെറ്റായൊരു കാഴ്ചപ്പാട് ലോകത്ത് അടുത്ത കാലത്ത് വളർന്നു വന്നതാണ്. അതിന് പല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഘടകങ്ങളൂടി അതിനകത്തുണ്ട്. അപ്പോൾ അറബ് എന്ന് പറഞ്ഞാൽ അറബ് രാജ്യത്ത്, ലോകത്ത് കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന അറബ് രാജ്യത്തല്ല, അറബിക്ക് പുറത്താണ്. ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത്, രണ്ടാമത് ഇന്ത്യയിലാണ്. അതെ. അപ്പം ഇസ്ലാം സമം അറബ് എന്ന് പറയുന്ന സമവാക്യം തീർത്തും തെറ്റാണ്. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഇപ്പം അറബികളുടെ വേഷം, അറബികളുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അവരുടെ അതുപോലെ തന്നെ പ്രാധാന്യം ബാക്കിയുള്ള എല്ലാ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രാദേശിക സംസ്കാരത്തിനൊക്കെ ഉണ്ട്. ഇത് സാമ്പത്തികമായൊരു പിൻബലം കൊണ്ടാണ് അതിന് ഇത്ര സ്വാധീനം ലഭിച്ചത്. അപ്പം സൗദിയിൽ എണ്ണ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മുസ്ലിം ലോകം എങ്ങനെ ആകുമായിരുന്നില്ല, അത് വേറൊരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞ ഈ അറബൈസേഷൻ്റെ ഫലമായിട്ടാണ് ഈ പർദ്ദ ഒക്കെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉൾവലിയാൻ വളരെ ഐസൊലേറ്റ് ചെയ്യാനുള്ളൊരു
ഒരു ശ്രമം പൊളിറ്റിക്കലി കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിലും കേരളത്തിലും ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആ ചരിത്രം, അപ്പം ഈ BJP ഒക്കെ അധികാരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കുറച്ചധികം ശക്തി കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്വത്വവാദം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉയർന്നു ഉണ്ടാവും. ഐഡന്റിറ്റിയിലേക്ക് ചുരുങ്ങും. ഐഡന്റിറ്റി അതിൽ സംരക്ഷിക്കാനുള്ള ഒരു ത്വരയിലേക്ക് ചുരുങ്ങും. അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അത് എല്ലാ വിഭാഗത്തിലും കാണുന്നു. മുജാഹിദികളിലുണ്ട്, സെൽഫികളിലുണ്ട്, സുന്നികളിലുണ്ട്, ഈ ബുർഖ ധാരണമൊക്കെ അത് കേരളത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിൽ ഈ ഘടകങ്ങളൊക്കെ പ്രധാനപ്പെട്ട. ഈ കേരളത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ISIS പോലുള്ള പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഒരു എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ NDF ഒക്കെ വന്നു, ഇല്ലാതായിട്ടുണ്ട്. പല പ്രസ്ഥാനങ്ങളും IS വന്നു, അത് ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ സിമി പോലുള്ള പ്രസ്ഥാനങ്ങൾ, അത് പക്ഷേ വലിയ വേരോട്ടം ഉണ്ടായില്ല. സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 90 ലക്ഷം മുസ്ലിങ്ങളാണുള്ളത്. അതിൽ നിന്നും ഒരു 100 പേര് ഏറ്റവും കൂടിയാൽ, 21 പേരോ മറ്റാണ് നേരത്തെ പറഞ്ഞു പോയ ആളുകൾ, മൊത്തമെടുത്താൽ നമ്മുടെ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ 100 പേര് മാക്സിമം ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടത് 90 ലക്ഷത്തിൽ. പക്ഷേ മീഡിയകൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ സംഭവമായി നിൽക്കും, സ്വാഭാവികമാണത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ സ്വാധീനം നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ. വളരെ ചെറുതായിട്ട് ഇസ്ലാമിയാണ് അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം. സിമിയൊക്കെ അതിൻ്റെ കൂടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടാണ് NDF. പക്ഷെ അതിനും കേരളത്തിൻ്റെ ജനസാമാന്യത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏറ്റവും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലും പ്രധാന നിർണായകമായ കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞു പോയ 25 വർഷം എന്ന് പറയുന്നത്. അതിലാണ് ബാബരി മസ്ജിദ് തകർച്ച, ഗുജറാത്ത് സംഭവം, BJPയുടെ വരവ്, പിന്നെ നിരന്തരമായ ഭീകരാക്രമണം, ഇതൊക്കെ നടക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പോലും മുസ്ലിങ്ങളിൽ കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് 2 ഘടകങ്ങളെങ്കിൽ, ഒന്ന് സമസ്ത സുന്നി വിഭാഗങ്ങൾ, അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകളുടെ സംഘടിതമായിട്ട് അതിനെതിരെ ചെറുത്തുനിൽപ്പ്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം. ഇതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു പരിധി വരെ സുരക്ഷിതരായിരുന്നു. ഈ അരക്ഷിതാവസ്ഥ വരെ ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ആശങ്കകൾ ഉണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന സംഘടനാ ബലം കൊണ്ടും രാഷ്ട്രീയ ഇതുകൊണ്ടും, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഏതാനും 10 പതിറ്റാണ്ടുകളിലൂടെ മുസ്ലിങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായിട്ടുള്ള ശക്തി, അതുപോലെ വിസിബിലിറ്റി സമൂഹത്തിലുള്ള എല്ലാ അർത്ഥത്തിലും, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത്, ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഇതൊക്കെ മുസ്ലിങ്ങൾ അവരുടേതായ ഒരു ഇടം. പൊളിറ്റിക്കലായ കാര്യത്തിലേക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഈ ആത്മീയമായ സംഘടനകളാണല്ലോ, സമസ്തയാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ ആണെങ്കിലും, ഈ ആത്മീയ ധാരയിൽ അതിൻ്റെ സ്വാധീനത്തിൽ പുരോഹിതന്മാർക്ക് വലിയ പങ്കുണ്ട്. ഈ പൗരോഹിത്യത്തിൻ്റെ സ്വാധീനത്തിൽ വരാതെ ഒരു ലിബറൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം എൻ്റേത് മാത്രമാണ്, ഞാനും പടച്ചവനും തമ്മിലുള്ളതാണ്, അതിൽ മൂന്നാമതൊരു കക്ഷിക്ക് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ തൗഹീദിൻ്റെ പാതയിൽ ഞാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ലിബറൽ മുസ്ലിം ഇവിടെ വളർന്നിട്ടുണ്ടോ? ശരി, കേരളത്തിൽ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ബൗദ്ധികമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചിന്തകളൊക്കെ ധാരാളം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യധാര എഴുത്തുകാരിൽ പലരും മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ തന്നെ എഴുതുകയൊക്കെ ചെയ്ത ആൾക്കാർ നമ്മുടെ സാഹിത്യങ്ങളൊക്കെ പരിചയം കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല കേരളത്തിൽ ഇപ്പം കോഴിക്കോട് തന്നെ കേന്ദ്രീകരിച്ച് എനിക്കറിയാം പിന്നെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൽ പിന്നെ NP മുഹമ്മദിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ്. NP മുഹമ്മദ്, CN അഹമ്മദ് മൗലവി, ബഷീർ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, ഈ വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെയുള്ള ബുദ്ധിജീവികളായ ആളുകളുടെ, മുസ്ലിം ബുദ്ധിജീവികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നവരുടെ ഒരു വിഭാഗം. MT ഒക്കെ അതിനോട് സഹകരിച്ചിരുന്നു, വേറെ രീതിയിൽ MT സഹകരിച്ചിരുന്നു. അതിൻ്റെ പേര് പിന്നെ കേരള പേര് ഞാൻ പറഞ്ഞു, ഒരു ലിബറൽ മുസ്ലിം സമൂഹമാണ്. അപ്പോൾ അത്തരം അവർ വർഷത്തിൽ കേരള ഇസ്ലാമിക് സെമിനാർ എന്ന് പറഞ്ഞ് കോഴിക്കോട്ടൊരു സെമിനാർ എല്ലാ വർഷവും നടക്കുമായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മതത്തിൻ്റെ യാഥാസ്ഥിക വ്യാഖ്യാനങ്ങൾക്കെതിരെ കുറേ കൂടി പുരോഗമനപരമായ പക്ഷത്ത് നിന്ന് വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു കൂട്ടായിരുന്നു അവർ, ലിബറൽ മുസ്ലിങ്ങളുടെ വിഭാഗം. എന്നാൽ പിൽക്കാലത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, അങ്ങനെ CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ നമ്മുടെ സാഹിത്യ അക്കാദമിയല്ലേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ധാരക്ക് പിൽക്കാലത്ത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ കുറേ കൂടി മതസംഘടനകളൊക്കെ സംഘടിത പ്രസ്ഥാനങ്ങളായി മാറിയതോടുകൂടി അത്തരം ലിബറൽ ധാരകൾക്ക് ഇടം കുറഞ്ഞു വന്നു എന്നാണ് നമുക്ക് നിരീക്ഷിക്കുമ്പം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ശക്തമായ വിഭാഗം മുസ്ലിങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നു.
അത് ദുർബലമാണ്, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും ചാപ്പ കുത്തുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ലിബറൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിനകത്ത് തന്നെ വളരെ പ്രമുഖമായ ഒന്നാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഈജിപ്ഷ്യൻ താരമൊക്കെ ലിബറൽ, നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ എടുത്ത് നോക്കിയാൽ കാണുന്നത് ലിബറൽ ഇസ്ലാം നോക്കിയാൽ ഈ സയ്യിദ് റഷീദ് ഖാൻ്റെയൊക്കെ പേരാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം ലിബറൽ ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ കുറേ ആധുനിക ലോകത്തും ആധുനിക സമൂഹത്തിലും തദ്ദേശീയമായ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കാലാനുസൃതമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. അദ്ദേഹമൊക്കെ അങ്ങനെ ചിന്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും എല്ലാവർക്കും യോജിപ്പുണ്ടായിക്കോളും. എന്നാൽ പോലും പക്ഷെ പിന്നെ എന്താ അത്ര അയാളത്തിൻ്റെ ജീവൻ തന്നെ ഇല്ലാതായി കാണുന്നു. കേരള ചരിത്രത്തിൽ തന്നെ നിർണായകമായ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നല്ലോ. അതുപോലെ ഇപ്പറഞ്ഞ ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഇടയില്ലാതായിപ്പോയി. മാത്രമല്ല ഈ മതപൗരോഹിത്യത്തിന് വളരെ വൈരുദ്ധ്യം നിറഞ്ഞൊരു കാര്യം കൂടിയാണത്. അതായത് കേരളത്തിൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഒക്കെ ശക്തമായൊരു മുന്നേറ്റം ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പം അതിൻ്റെ മറുവശത്ത് മത പൗരോഹിത്യത്തിൻ്റെ കൂടി ആധിപത്യം ശക്തിപ്പെട്ടു എന്നുള്ളതാണ് ഒരു വശത്ത്. അതിന് പല കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയമായി ഈ ഉള്ള നമ്മളെ ഇലക്ട്രൽ വോട്ട് സംവിധാനത്തിന് അതിൻ്റെ പ്രധാന ഘടകമാണ്. കാരണം എല്ലാ വിവാദത്തെയും പിന്നെ അനുരഞ്ജിപ്പിച്ചോ അല്ലെങ്കിൽ യോജിപ്പിച്ചോ മാത്രമേ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് ഈ അകത്ത് നടക്കേണ്ട പരിഷ്കരണ പ്രവർത്തനങ്ങളും നിലച്ചുപോയി. ഈ പൗരോഹിത്യത്തിൻ്റെ നിർബന്ധങ്ങളും നിബന്ധനകളുമൊക്കെ ശാസിക്കപ്പെടുന്നൊരു സമൂഹമായിട്ട് തന്നെ മുസ്ലിം സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ശാസനകൾക്കപ്പുറത്ത് ഇപ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ നിർബന്ധമുള്ള ചുരുക്കം കാര്യങ്ങൾ, ഇപ്പോൾ നിസ്കാരത്തെ പോലെ, വ്രതം, നോമ്പ് പോലെ, ഹജ്ജ് പോലെയുള്ള വളരെ ഇപ്പോൾ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം എന്നൊക്കെ പറയുന്ന വളരെ പരിമിതമായ കാര്യങ്ങൾ നിൽക്കുകയും കൂടുതൽ ഈ ശാസനകൾക്കും നിബന്ധനകൾക്കൊന്നും വഴങ്ങണ്ട, അവനവൻ്റെ ഒരു സാമൂഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്ന് പറയുന്നവരായിരിക്കില്ലേ ഇവിടുത്തെ ഒരു 90% മുസ്ലിങ്ങൾ? 90% മുസ്ലിം അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ മതസംഘടനകളുടെ അവരെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നൊക്കെ പുറത്ത് തോന്നുന്നുണ്ടെങ്കിലും ഈ കേരളത്തിൽ സാമാന്യ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സാമാന്യ ജനത, മുസ്ലിം ജനത എന്ന് 90 ലക്ഷത്തിൽ ഒരു ശതമാനം എടുത്താൽ വളരെ കുറവ്. എനിക്ക് തോന്നുന്നു ഒരു 80% വേണമെങ്കിൽ ഈ 90 ലക്ഷത്തിൽ ഒരു 80% അതിൽ കൂടുതൽ ആളുകളും ഈ മതപൗരോഹിത്യ അവരുടെ പ്രസ്താവനകളും അവരുടെ ഫത്വകൾക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവരുടെ ജീവിതം ആധുനിക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ മതപ്രസ്ഥാനങ്ങൾക്കകത്ത് പോലും, പുറത്ത് പറയുന്നതല്ല, അകത്ത് പോലും അതിശക്തമായ നവീകരണം സ്വാഭാവികമായി നടന്നേ പറ്റും. കുട്ടികളും ഒക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 90% പഠിക്കുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലല്ല, ആണും പെണ്ണും കോളേജുകൾ. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഏകദേശം 70% പെൺകുട്ടികളാണ് നമ്മളെ കലാലയങ്ങളിൽ പഠിക്കുന്നത്. ആർട്സ് കോളേജിലും സയൻസ് കോളേജിലൊക്കെ. അതിൽ ഏറ്റവും വലിയ മുസ്ലിം പെൺകുട്ടികളാണ്. അവിടെ മുസ്ലിം കുട്ടികൾ മിക്സഡ് സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നത്. അവരാരും വിശ്വാസത്തിന് വഴുതി പോയവരുമല്ല, വിശ്വാസമായിട്ടുള്ള ആളുകൾ അല്ല, തീർച്ചയായിട്ടും. അപ്പം അതൊരു കാര്യം. അപ്പം നമ്മൾ എടുത്തു നോക്കുമ്പോൾ മറ്റു നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യമായ മറ്റേത് മേഖല എടുത്തു നോക്കിയാലും സിനിമയ്ക്കെതിരെ പ്രസ്താവനയും കാര്യങ്ങളും പ്രബന്ധവും പരിപാടികളൊക്കെ ഒരുപാട് നടക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ശക്തമായ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ മുസ്ലിങ്ങൾ അതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം അതിനകത്തുണ്ട്. സാമ്പത്തിക രംഗം ഇപ്പം പലിശയൊക്കെ ആണെങ്കിൽ പോലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഒക്കെ ഈ ബാങ്കൊക്കെ സഹകരിച്ച് പോകുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും പ്രായോഗിക ജീവിതത്തിൽ മുസ്ലിങ്ങൾ വളരെ ഇത്തരത്തിലുള്ള കാർക്കശ്യങ്ങളോ അല്ലെങ്കിൽ മതപൗരോഹിത്യത്തിൻ്റെതൊന്നും, പ്രത്യേകിച്ച് പുതിയ തലമുറ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി. അതിനകത്തുള്ള പെൺകുട്ടികളാവട്ടെ, സമൂഹമാവട്ടെ, അവരുടെ ഒരു ജീവിതം ജീവിക്കുന്നുണ്ട്. ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ സമ്മേളനങ്ങളോ ഈ പറഞ്ഞ പരിപാടികൾ ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരവരുടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെ കുറച്ച് പേരാണെങ്കിലും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. ആ വിഭാഗവും ഈ പറയുന്ന ഒരു ആത്മീയ നിർബന്ധങ്ങളുടെ ഒരു ഉൽപ്പന്നമായിട്ട് തന്നെ വന്നതായിരിക്കില്ലേ ശരിക്കും? അങ്ങനെ വ്യക്തിപരമായി അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഈ സത്യത്തിൽ നമ്മൾ എന്തൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു രാഷ്ട്രീയമായൊരു പ്രസക്തി ഉണ്ടല്ലോ. അപ്പം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ഏതൊരാൾക്കും ഒരു ഉത്തരവാദിത്വം കൂടി വന്നു ചേരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എക്സ് മുസ്ലിം പോലുള്ള സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അതിൽ എല്ലാവരും ഒരു വിഭാഗമെങ്കിലും ആ കാര്യം മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, വിയോജിപ്പ് പ്രകടിപ്പിക്കാം, വിമർശിക്കാം, അതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അവിടെ രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ മൂർത്തമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ വിസ്മരിക്കുന്ന രീതിയിലാവരുതെന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്. നമുക്ക് ആ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ
ഇപ്പോൾ കേരളത്തിൽ പ്രബലമായിട്ടുള്ള പല മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. തുടക്കം മുതൽ മുസ്ലിം ലീഗാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിൻ്റെ വ്യത്യസ്തമായൊരു ധാരയിൽ വന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പിന്നീട് കേരളത്തിൽ NDF പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ടായി, PDP ഉണ്ടായി, ഇടക്കാലത്ത് സിമി ഉണ്ടായി, അതിനുശേഷം ഇപ്പോൾ വെൽഫെയർ പാർട്ടി വരെ എത്തി നിൽക്കുകയാണ്. നമുക്ക് ആദ്യം തുടക്കം ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പൊതുവെ പുറത്തു നോക്കുന്ന ആളുകൾക്ക് ഇത് രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? രണ്ട് മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുകയാണല്ലോ. നമുക്ക് അതിൻ്റെ ഒരു പ്രാഥമികമായ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം തുടങ്ങാം. എന്തായിരിക്കും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസമായിട്ട് മാഷം തോന്നുന്നു? ഈ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണെന്നുള്ളതാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതൊരു സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുന്നത് അതെ, ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന് മതത്തെയും രാഷ്ട്രീയത്തെയും മാറ്റി നിർത്താൻ പറ്റില്ല. രണ്ടും ഒന്നാണ്. കാരണം രാഷ്ട്രീയത്തിനകത്ത് മതമുണ്ട് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മുഖങ്ങളുണ്ട്, വെറും ആത്മീയമായ മുഖം മാത്രമല്ല, പ്രാർത്ഥനയും കാര്യങ്ങൾ മാത്രമല്ല. ഒരു മുസ്ലിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളായിരുന്നാലും ആചരിക്കേണ്ട കാര്യമായിരുന്നാലും നിയമങ്ങളായിരുന്നാലും ദൈവം തന്ന നിയമങ്ങളായിരിക്കണം. ദൈവം, അതായത് ഹാക്കിമിയത്ത് എന്ന് നമ്മൾ അതിന് പറയും. അതായത് വിധി കൽപ്പിക്കാനുള്ള, നിയമം നൽകാനുള്ള അധികാരം ദൈവികമാണ്, ദൈവത്തിൽ നിന്നുള്ളത് മാത്രമായിരിക്കണം. ജനാധിപത്യ ജനങ്ങൾ ആണ് അവരുടെ നിയമം നിശ്ചയിക്കുന്നത്, ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം മുസ്ലിങ്ങൾ അധികാരത്തിൽ വരുമ്പം ജാഹിലിയത്തായൊരു ഭരണവ്യവസ്ഥയിലോടത്ത് പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് മോദിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ ഒരു ആവിഷ്കാരമാണ്, പിന്നെ രീതിശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സംഘടനാ സംവിധാനമൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പം ജമാഅത്തെ ഇസ്ലാമി എന്താണ് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം, മുസ്ലിം സമൂഹമുള്ള സമയത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായ അധികാരം കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നത് ആണ് അതിൻ്റെ ഒരു ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉണ്ടായ ശേഷം, ഇന്ത്യക്ക് മുമ്പേ ഉണ്ട്. ഇപ്പം ഇന്ത്യൻ ഭരണഘടന മുസ്ലിങ്ങൾ മൈനോറിറ്റി എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ന്യായമായ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കണം എന്നുള്ള ന്യൂനപക്ഷ അവകാശ സംരക്ഷണം എന്നുള്ളത്. അതെ, ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അല്ലാത്ത പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കൊക്കെയുള്ള അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ തത്വമായിട്ട് അവർ പറയുന്നത്. ഇത് രണ്ടും കൃത്യമായും രണ്ട് കാര്യം തന്നെയാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണവ്യവസ്ഥ എന്നത് മുസ്ലിമിൻ്റെ അജണ്ടയിലുള്ള കാര്യം. അതൊരു വർഗീയമായി സംഘടിപ്പിക്കലല്ല, യഥാർത്ഥത്തിൽ സാമുദായികമായി സംഘടിപ്പിക്കലാണെങ്കിൽ കൂടി അതിൻ്റെ അജണ്ട മതമല്ല എന്നുള്ളതാണ്. അതെ. ഇസ്ലാം എന്ന് പറയുന്ന മതമല്ല. അപ്പം പ്രത്യേകിച്ച് മതത്തിനകത്ത് പലതരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ ഉദാഹരണം സുന്നി, മുജാഹിദ്, ഖാദിയാനി, സുന്നി തന്നെ ഷിയ, ഇങ്ങനെയുള്ള പല ഇതെല്ലാം കൂടി മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നമുക്ക് അതൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു വേണമെങ്കിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലുള്ള പഴയ നേതാക്കന്മാർ പല ആൾക്കാർ അത്ര കർക്കശമായ പ്രാക്ടീസിങ് മുസ്ലിങ്ങളൊന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വായിച്ചിടത്തോളം. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതേസമയം നല്ല ഭക്തരായ ആൾക്കാരും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിക്ക് അകത്ത് ഉൾപ്പെടാവുന്ന മുസ്ലിം എന്ന് പറയുന്ന പേരുള്ള ആളുകളുടെയൊക്കെ തന്നെ എന്താ പറയുക ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്നുള്ളത് മാത്രമാണ്. മുസ്ലിം ലീഗിന് എന്തുകൊണ്ടൊരു മതേതര പാർട്ടിയായി? അങ്ങനെ പല ചോദ്യമുണ്ട്. മുസ്ലിം ലീഗ് എങ്ങനെയാണ്, പേരിൽ തന്നെ മുസ്ലിം ഉണ്ടല്ലോ, അതൊരു മതേതര പാർട്ടി ആവുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഒരു ഭൂരിപക്ഷ സമുദായമുള്ള വലിയൊരു ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള വളരെ ന്യൂനപക്ഷം മുസ്ലിങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ സംഘടിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. അതെ, അത് മതേതര വിരുദ്ധമാണ്. അല്ല, ഇന്ത്യൻ മതേതരത്വത്തെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണയും പലർക്കും ഉണ്ട്. ഇന്ത്യൻ മതേതരത്തെ നമ്മൾ വേറെ തന്നെ ഒരു വെസ്റ്റിലുള്ള അല്ലെങ്കിൽ യൂറോപ്പിലൊന്നുള്ള പോലെയുള്ള മതേതരത്തല്ലല്ലോ, മതനിഷേധം അല്ല. പൗരന് പിന്നെ ഏത് മതവും ആവാം, അവർക്ക് മതപരമായി സംഘടിക്കുക, മതപരമായ വിദ്യാഭ്യാസം, ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളതാണല്ലോ ഇന്ത്യൻ മതേതരത്വം. ഈ ഒരു കാര്യം ഉൾക്കൊള്ളുന്നെങ്കിലും മുസ്ലിം എന്നുള്ള പേര് പാർട്ടി ഉണ്ടാക്കുന്നതോ ഒന്നും ഭരണഘടനാപരമായി തെറ്റ്, അതുകൊണ്ടല്ല അത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി ചേർന്നപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണങ്ങളിൽ അപലപിച്ചുകൊണ്ടാണ് പ്രമേയമുള്ളത്. സ്വാഭാവികമായിട്ടും അത് ന്യൂനപക്ഷ അവകാശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു മതരാഷ്ട്രവാദ സംഘടനയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നാണ് CPM പോലുള്ള രാഷ്ട്രീയ സംഘടന ആരോപിക്കുന്നത്. അങ്ങനെ ഒരു സ്വാധീനം ലീഗിനകത്തുണ്ടോ? ശരി,
നിങ്ങൾ CPM-നെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ നിശ്ചിതമായി അതിൻ്റെ ആശയത്തെ സൈദ്ധാന്തിക തലത്തിൽ വിമർശിക്കുന്ന അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പലപ്പോഴും എഴുതിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ, എഴുതിക്കൊണ്ട് ഇപ്പോഴും ആ വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് ഇപ്പം നമ്മൾ കേരളത്തിൽ നടക്കുന്ന വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടല്ല എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇപ്പം CPM നേതാക്കന്മാരൊക്കെ ഇപ്പം കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് വളരെ തെറ്റിദ്ധാരണാജനകമോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കേരളത്തിൻ്റെ സാമൂഹ്യ ഫ്രെയിംവർക്കിന്, നമ്മുടെ ഈ സെക്യുലർ ഫ്രെയിംവർക്കിന് അല്ലെങ്കിൽ സെക്യുലർ ഫാബ്രിക്കിന് കടുത്ത തരത്തിലുള്ള അപായം ഉണ്ടാക്കുന്ന ഒരു പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് നടത്തുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഒരിക്കലും ഇവിടെ രാഷ്ട്രീയ ശക്തി പോകുന്നില്ല. അത് പിന്നെ ഒരു പഞ്ചായത്ത് പോലും നിന്ന് ഭരിക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ്. സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ചില വിഷയങ്ങളിലെങ്കിൽ. പക്ഷേ അത് വേറെ തന്നെ കാണേണ്ടതാണ്. അത് നമുക്ക് വേറെ തന്നെ കാണേണ്ടതാണ്. അതായത് ഇപ്പം പിന്നെ യൂറേബ്യ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഇപ്പം ഈ വലതുപക്ഷവാദികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ പേരാണ് യൂറേബ്യ. യൂറോപ്പും അറേബ്യയും ചേർന്നുകൊണ്ടൊരു യൂറേബ്യ, അതായത് ഒരു കാലം വരും ഇവിടെ യൂറോപ്പിലും വലതുപക്ഷവാദികൾ ഈ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ തെരുവുകളിലൂടെയൊക്കെ പാരീസിലും അതുപോലെ വാഷിങ്ടണിലൊക്കെ തന്നെ ഈ നിക്കാബും ധരിച്ച് അറബികളെ പോലെ ഷെയ്ഖന്മാരെ തലയെക്കെട്ടും മറ്റേ സാധനങ്ങളൊക്കെ ആയി നടന്നു പോകുന്ന ഈ തദ്ദേശീയ നാറ്റീവ്സ് ഇല്ലാത്ത ഒരു കാലം വരാൻ പോകുന്നു എന്ന് പറയുന്നൊരു സങ്കല്പമാണ് അത്. ഇത് വലതുപക്ഷ തീവ്രവാദത്തെ വംശീയവാദത്തെ ജ്വലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത്. അത് രാക്ഷസീയവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഭയങ്കരമായി പർവ്വതീകരിക്കുക, ഇല്ലാത്ത പ്രാധാന്യം കൊടുത്ത് അത് വേറൊരു രീതിയിൽ തന്നെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണ്. അതാണ് നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗം എന്ന് പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഭീതിയുടെ രാഷ്ട്രീയമുണ്ടല്ലോ, അത് നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ മുസ്ലിം സമുദായം വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ്. അപ്പോൾ ആ ഭീതിയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായം ഒന്നിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു യൂണിറ്റി, അങ്ങനെ അത് ഈ വിക്ടിംഹുഡ് ഉണ്ടാക്കുക, ഒരു ഇരവാദം സൃഷ്ടിക്കുന്നതിൽ അവർ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. MSFന്റെ ഒരു ലീഡർ നടത്തിയ വാർത്ത, ഒരു പെൺകുട്ടി, എൻ്റെ 1.5 മീറ്റർ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം? യഥാർത്ഥത്തിൽ അത് ഇവിടെ ഒരു കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വലിയൊരു ഇരവാദം ഉന്നയിക്കുകയാണ്, ഞാൻ തട്ടം വിടുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് അംഗസംഖ്യ നമുക്കറിയാമല്ലോ, വളരെ വളരെ ചെറുതാണ്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഒരു മേഖല സാഹിത്യ മേഖലയാണ്, പുസ്തക പ്രസാധന മേഖലയാണ്, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മേഖലയാണ്. രണ്ടാമത് മാധ്യമരംഗമാണ്. കേരളത്തിൽ ഏറ്റവും ശക്തമായി ഇത്രയും മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ശക്തമായ മാധ്യമം ഇത്രയും ദീർഘകാലം നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു വിഭാഗം അവരാണ്. ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ട് കേരള മുസ്ലിങ്ങളിലും അതിൻ്റെ നേതൃത്വങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ലീഗുമായിട്ട് കുറേ കൂടി അടുക്കുമ്പോൾ അതാണ് ഈ ഉയർത്തുന്ന ആശങ്ക എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണത്തിന് വലിയൊരു ശക്തിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ മാധ്യമങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറാൻ. മുസ്ലിം ലീഗിനൊരു ബൗദ്ധികമായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിങ്ങില്ല. സ്വാഭാവികമായിട്ടും അവിടെ കടന്നു കയറാൻ എളുപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷ്വൽ മീഡിയ ഇല്ല, അങ്ങനെയൊക്കെയുള്ള പരിമിതികൾ അതിനുണ്ടല്ലോ. അതുകൊണ്ട് കൂടി ആവാം ഒരു പക്ഷേ കുറച്ചും കൂടി അനുഭവപൂർവമായ സമീപനം അതിൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് പിന്നെ വെൽഫെയർ പാർട്ടിയൊക്കെ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും അത് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ദൂരത്തിൽ നേരത്തെ പറഞ്ഞ ഈ വിക്ടിംഹുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കുറേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് അതാണ്. വളരെ കൂടുതൽ സങ്കുചിത അല്ലെങ്കിൽ സങ്കോചിച്ചു പോയിരിക്കുകയാണ് മുസ്ലിം മനസ്സ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ. ഈ മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ടാണ് കേരളത്തിൽ മറ്റ് മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SDPI, NDF, പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ PDPI, ഇവരൊക്കെ മുസ്ലിം ലീഗുകാർ പോരാ, മുസ്ലിം സാമുദായിക സംരക്ഷണത്തിനോ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണത്തിനോ മുസ്ലിം ലീഗ് പോരാ, കുറച്ചുകൂടി തീവ്രമായി നിലകൊള്ളേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വന്ന സംഘടനകളാണ്. പക്ഷേ അവർക്കൊന്നും അത്ര വേരോട്ടം കിട്ടിയിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ അത് നമുക്കറിയാം, വാരിബസിന് തകർച്ചയ്ക്ക് ശേഷം INL ഉണ്ടാകുന്നതിലൊക്കെ കാരണം ആ സമയത്തൊക്കെ CPM-ൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമി നിരന്തരം ലീഗ് വിരുദ്ധരായിട്ടുള്ള എല്ലാ സംഘടനകളും സഹകരിച്ചിരുന്നതും ഒരു പക്ഷേ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. CPM-ആയിട്ടാണ്, PDP ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ
ആ ലീഗ് വിരുദ്ധ പക്ഷത്താണ് മാധ്യമത്തിൻ്റെയൊക്കെ സപ്പോർട്ട് നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. അത്രയും കാലം ഉള്ള നമ്മുടെ മുമ്പിലുള്ള രേഖകളാണല്ലോ അതൊക്കെ. അതൊക്കെ അങ്ങനെ അതൊക്കെ ഇത് സമുദായ വിരുദ്ധരായി പോലും ഒരു പരിധിവരെ ലീഗിനെ ചിത്രീകരിച്ചിരുന്നു. ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗ് സ്വാഭാവികമായിട്ടും സമുദായ വിരുദ്ധരായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. ബാബറി മസ്ജിദിന് തകർച്ചയ്ക്ക് ശേഷം ഇങ്ങനെ പ്രതികരിച്ച പോരാ എന്ന് പറയുന്നൊരു അതെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പിന്നെ അവിടെയൊക്കെ ഈ മുസ്ലിങ്ങളുടെ പിന്നെ പ്രതികരണത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഐക്യസംഘം വന്നു, പിന്നീട് സമസ്ത വന്നു. ഈ മതസംഘടനകൾ സത്യത്തിൽ മുസ്ലിങ്ങളുടെ ഈ പിന്നെ ദിശാബോധം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ടിയിരുന്ന മതസമുദായ സംഘടനകൾക്ക് അത് കഴിയാതെ പോയി. അവർ ഭൂമിയായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ അഭിരമിക്കുകയും ചെയ്തു. അവരുടെ ചർച്ച എന്ന് പറഞ്ഞാൽ വളരെ അപ്രസക്തമായ കാര്യങ്ങളിൽ ചർച്ചയും സംവാദങ്ങളും പരിപാടികളായിട്ട് പോവാണ്. ഈ മനുഷ്യന്റെ മൂർത്തമായ രാഷ്ട്രീയ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. 100ാം വാർഷികം ഇപ്പോഴും അത് അങ്ങനെയാണ്. രണ്ട് സമസ്തകളും മുജാഹിദുകൾക്ക് സലാം ചൊല്ലാൻ പറ്റുമോ എന്ന അതെ, മുജാഹിദുകൾക്ക് ഇടയിലാണെങ്കിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അവിടെ ചർച്ച. ഇപ്പോൾ അതായത് ഏറ്റവും മൂർത്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പോലും അഡ്രസ്സ് ചെയ്യുന്നിടത്തിൽ ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ്, അവർ പരാജയപ്പെടുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം, ആ ഒരു പിന്നെ ശൂന്യതയിലാണ് വാസ്തവത്തിൽ പറഞ്ഞ തീവ്രവാദ സംഘടനകളൊക്കെ കേരളത്തിൽ വന്നതാണ്. പക്ഷെ പിന്നീട് അത് തിരിച്ചറിയുകയും സംസ്ഥയായിരുന്നാലും മുജാഹിദായാലും മുസ്ലിം ലീഗ് ആയിരുന്നാലൊക്കെ തന്നെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും കുറച്ച് അതിനൊരു എന്താ പറയുക കൈവെട്ട് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ സാമൂഹിക ചരിത്രത്തിലോ നമ്മുടെ മതേതര ചരിത്രത്തിലൊക്കെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പലതും ഉണ്ടായതിൻ്റെ കാരണം അതാണ്. ഇത്തരത്തിലുള്ള തീവ്രവാദ ചിന്ത ശക്തിപ്പെട്ടു വന്നതാണ്. അവിടെയൊക്കെ ദിശാബോധം നൽകുന്ന ഒരു ലീഡർഷിപ്പിൻ്റെ അഭാവം ആ കാലഘട്ടത്തിൽ ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായി നമുക്ക് ഈ ന്യൂനപക്ഷ സംരക്ഷണം ഒരിക്കലും ഒരു മുസ്ലിം സംഘടനയുടെയോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം അവകാശമല്ലല്ലോ. ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം ഈവൻ BJP പോലും ന്യൂനപക്ഷ സംരക്ഷണം ജനാധിപത്യ അങ്ങനെ ഒരു ന്യൂനപക്ഷ സംരക്ഷണം മുദ്രാവാക്യമാക്കി എടുക്കുന്നതിൽ കേരളത്തിലെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് വീഴ്ച പറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നെ അതാണ് നമ്മുടെ ജനാധിപത്യത്തെ ഏറ്റവും മഹത്തരമായൊരു സംവിധാനമാണ്. അതോടൊപ്പം അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലുണ്ടായി നവോത്ഥാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലായിട്ട് മുസ്ലിങ്ങൾക്കിടയിലായാലും നമ്മുടെ ക്ഷേത്രമായിട്ട് മറ്റേ ശബരിമല വിവാദം ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇതൊക്കെ. അതിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഏതാന്ന് പറഞ്ഞാൽ പിന്നെ വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഭൂരിപക്ഷം വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർക്ക് പലതരത്തിലുള്ള കളികളും കളിക്കേണ്ടി വരികയാണ്. അതാണിപ്പം CPM ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും മാറി മാറി കളിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. CPM അവരുടെ രാഷ്ട്രീയ അജണ്ടയാക്കി എടുത്തിരിക്കുന്നതും UDF അധികാരത്തിൽ വന്നാൽ 5 മന്ത്രിമാരുണ്ടാവും, 6 മന്ത്രിമാരുണ്ടാവും, ഒരുപക്ഷെ ആഭ്യന്തരം തന്നെ ഒരു മുസ്ലിം മന്ത്രി ആയിരിക്കാം. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അധികാര പ്രാതിനിധ്യം കിട്ടുന്നത് ജനാധിപത്യത്തിൻ്റെ ആഘോഷമാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതിനെയാണ് ഒരു ഭീതിജനകമായ സാഹചര്യത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇടതുപക്ഷം പോലെ ഇപ്പം ഞാൻ വ്യക്തിപരമായി ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ CPM ഇടതുപക്ഷവും ശക്തമായി നിലകൊള്ളണം എന്ന അഭിപ്രായമുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളായിരിക്കും എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരും ഒക്കെ നമ്മുടെ ജനാധിപത്യ അല്ലെങ്കിൽ മതേതര സമൂഹത്തിനകത്ത് ഇടതുപക്ഷത്തിന് റോളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലൊക്കെ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റോളുള്ള സംഘടനയാണ്. അങ്ങനെയുള്ള ഒരു സംഘടന, അങ്ങനെ പ്രതീക്ഷാർഹമായൊരു സംഘടന ഇതുപോലെ കേരളത്തിലെ ഇപ്പോൾ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുമെന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തിൽ നോക്കിയാലേ നേരത്തെ BJP അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയതും പൗരത്വ നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയതൊക്കെ ആദ്യം CPM തന്നെയാണ്. അതെ, അതൊരു ചുവടും ഇപ്പോൾ അതൊരു വലിയ അത് കേരളത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇപ്പം സുരേഷ് ഗോപിയൊക്കെ പിന്നെ ജയിച്ചു വന്ന ശേഷം അല്ലെങ്കിൽ അടുത്ത കാലത്ത് കേരളത്തിനകത്ത് BJP ധ്രുവീകരണം സംഭവിക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നും മുസ്ലിം വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെക്കുറെ BJPയുടെ കൂടെ ആയിക്കഴിഞ്ഞു. മുസ്ലിം വോട്ടുകളിൽ പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയുക പിന്നെ സാമുദായിക സമവാക്യങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ
പരീക്ഷണത്തിലേക്ക് CPM മുതിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യം സംഭവിക്കാൻ പോകുന്നു. ഒന്ന്, CPM പ്രതീക്ഷിച്ച പോലെ അല്ല സംഭവിക്കുന്നത്, മറിച്ച് അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് BJP ആയിരിക്കും. രണ്ടാമത്തെ, അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം നമ്മൾ ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിൻ്റെ സെക്യുലർ ഫ്രെയിംവർക്ക്, സെക്യുലർ ഫാബ്രിക് എന്ന് പറയുന്നത് വലിയൊരു അപകടത്തിൽ പെടുമെന്നുള്ളതാണ്. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടായ ഒരു വലിയ മാറ്റം, കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളാണെങ്കിലും രാഷ്ട്രീയമായി ഒന്നിച്ചു നിന്നവരാണ്, ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നവരാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷവും തമ്മിലൊരു ഈഗോ ക്ലാഷ്, അത് വഖഫ് വിഷയത്തിലാണെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളിയുടെ കാര്യത്തിൽ പോലും അത് പ്രകടമാണ് പല വിഷയങ്ങളിലും. അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാനുള്ളൊരു സാമൂഹ്യ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക്, ഇപ്പം BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഇവിടുത്തെ കേരളത്തിൻ്റെ ഈ ജനസംഖ്യ സമവാക്യം വെച്ചുകൊണ്ട് ഒരു ഒറ്റ വഴിയുള്ള ന്യൂനപക്ഷങ്ങൾ കൂടെ നിൽക്കാതെ ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം കൂടെ നിൽക്കണം. അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്. അവർക്കിടയിലേക്ക് കടന്നു ചെല്ലുകയും അവർക്ക് പ്രത്യേകിച്ചും പിന്നെ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ഗവർണർമാർ, BJPയുടെ ഗവർണർമാരൊക്കെ ക്രിസ്ത്യൻ ആധിപത്യം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ള, ക്രിസ്ത്യനിൽ കൂടുതൽ രാഷ്ട്രീയമായിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലായിരുന്നു അവർ നിയമിക്കപ്പെട്ടിരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ഒരു അന്തർധാര മിസോറാമായിരുന്നാലും പിന്നെ ഗോവയിലൊക്കെ തന്നെ. അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങൽ കൂടി അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പിന്നെ സഭകൾക്ക് നല്ല സ്വാധീനിക്കാൻ പറ്റും. അപ്പം ഇത് അവരെ കൂടെ നിർത്താൻ അതിന് വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും BJP വെച്ച് നീട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സത്യത്തിൽ വസ്തുതാപരമായി തീർത്തും തെറ്റാണല്ലോ അത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും സാമ്പത്തിക ശേഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ മുമ്പിലാണ് ക്രൈസ്തവ സമൂഹം. മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ക്രൈസ്തവ സമൂഹമാണ് തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ ഉണ്ട്, വസ്തുതകൾ അങ്ങനെ ആയിരിക്കും. ഈ പിന്നെ നമുക്കറിയാം ഈ അന്വേഷണ ഏജൻസികൾ മുഴുവൻ തള്ളിയ കാര്യമാണ് ഈ നമ്മുടെ ഈ പിന്നെ ലവ് ജിഹാദ്. ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തുതയിൽ പോളറൈസേഷൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഒരു ധ്രുവീകരണം. ആഗോള സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി തിരിച്ചു പിടിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തക്ബീർ വിളിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആഗോള സാഹചര്യവും കേരളത്തിലെ മുസ്ലിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊരു കാര്യം തന്നെ. അപ്പം ഈ പിന്നെ ദേശീയ തലത്തിലുള്ള ഈ സാഹചര്യം, ആഗോളതലത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, ആഗോളതലത്തിലുള്ള മുസ്ലിം ലോകത്തിൻ്റെ ഒരു സാഹചര്യം, അതായത് അമേരിക്ക പ്രത്യേകിച്ച് ട്രംപിൻ്റെയൊക്കെ യുഗത്തോടു കൂടി വന്നിട്ടുള്ള വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു ലോക സാഹചര്യം, ഇന്ത്യയിലാണെങ്കിൽ ദേശീയ തലത്തിൽ BJP ഹിന്ദുത്വ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ഉള്ള ബഹുസ്വര സമൂഹം, സെക്യുലർ സമൂഹം എന്ന് പറയുന്ന വളരെ ശക്തമായൊരു ലെഗസിയുള്ള കേരളത്തിനകത്ത് ഒരു പെരുമാറ്റച്ചട്ടം രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ കുറേ കൂടി ബഹുസ്വരമായൊരു സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ ശിക്ഷണവും പെരുമാറ്റച്ചട്ടവും ഉണ്ടാക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മതസംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞില്ലേ, കുറേ കൂടി ഉദാരമായൊരു സമീപനം ഇപ്പോഴും സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരാളിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ രീതിയിലുള്ള വളരെ അക്ഷരവായന നടത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ സാമാന്യരായിട്ടുള്ള ഏതൊരാളിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വികൃതമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമില്ലാത്ത പ്രസംഗം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അതുപോലെ തന്നെ ലോകബോധവും പ്രത്യേകിച്ച് രാഷ്ട്രീയമായ അവബോധമൊക്കെ ഇല്ലാത്ത പണ്ഡിതന്മാരും പ്രഭാഷകരും നടത്തുന്ന ദ്രോഹങ്ങൾ അതുകൂടി മുസ്ലിം സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ 100-ാം വാർഷിക ദിനത്തിൽ നമ്മൾ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. നന്ദി. സന്തോഷം.